കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറിനെതിരെയുള്ള കള്ളപ്പണക്കേസ് സുപ്രീം കോടതി റദ്ദാക്കിയെന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം മുതൽ കേൾക്കുന്നത്. ഇതോടെ ഏതായാലും കർണാടക കോൺഗ്രസ് വലിയ ഹാപ്പിയാണ്. തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് തന്നെ ഈ കേസ് റദ്ദാക്കിയത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ആശ്വാസം തന്നെയാണ്. ഏതായാലും 2018 ഡി.കെക്കെതിരെ എടുത്ത കേസ് കേന്ദ്ര സർക്കാരിനും അന്വേഷണ ഏജൻസികൾക്കും ഇപ്പോൾ വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. കേസുമായി ബന്ധപ്പെട്ട് 2019 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അധികൃതർ ശിവകുമാറിനെ അറസ്റ്റ് ചെയ്തിരുന്നു. അതിന്റെ തൊട്ടടുത്ത മാസം ഡൽഹി ഹൈക്കോടതിയാണ് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത്. തനിക്കെതിരെ രാഷ്ട്രീയ പകപോക്കൽ നടത്തുകയാണ് ബി.ജെ.പി എന്നും നിയമവ്യവസ്ഥയിൽ വിശ്വാസമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. നേരത്തെ ഇ.ഡി. ഡി.കെ. ശിവകുമാറിനും അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ആദായ നികുതി വകുപ്പ് 2018 ബംഗളൂരുവിലെ പ്രത്യേക കോടതിയിൽ സമർപ്പിച്ച ചാർജ് ഷീറ്റിന് പിന്നാലെയാണ് ഡി.കെക്കെതിരെയുള്ള കേസുമായി ഇ.ഡി. മുന്നോട്ടു പോവാൻ തുടങ്ങിയത്. നികുതി വെട്ടിപ്പ്, കോടികളുടെ ഹവാല ഇടപാടുകൾ എന്നിവയായിരുന്നു ശിവകുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ. ശിവകുമാറും അദ്ദേഹത്തിന്റെ അനുയായികളും തുടർച്ചയായി വലിയ അളവിൽ കണക്കില്ലാത്ത അത്രയും പണം ഹവാല വഴി കടത്തുന്നുണ്ടെന്നും 3 പേരാണ് ഇതിന് സഹായിക്കുന്നതെന്നുമായിരുന്നു ആദായ നികുതി വകുപ്പ് ആരോപിച്ചത്. 2017 ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡിൽ 300 കോടി രൂപ പിടിച്ചെടുത്തുവെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. എന്നാൽ ഈ പണമെല്ലാം ബി.ജെ.പിയുമായി ബന്ധപ്പെട്ടതാണെന്നും ശിവകുമാർ തുറന്നടിച്ചിരുന്നു. 2019 ശിവകുമാർ ഇ.ഡി. സമൻസിനെതിരെ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ കോടതി സമൻസ് തള്ളിയില്ല. ഇതേ തുടർന്നാണ് അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചത്. കർണാടക ജലസേചന വകുപ്പ് മന്ത്രിയായിരിക്കെ 2017 ഓഗസ്റ്റിൽ ശിവകുമാറിന്റെ ഡൽഹിയിലെ വസതിയിൽ നിന്ന് അനധികൃതമായി സൂക്ഷിച്ച 10 കോടി രൂപ ഇ.ഡി. പിടിച്ചെടുത്തിരുന്നു. എന്നാൽ പണം സുഹൃത്തായ വ്യവസായിയുടേതെന്നായിരുന്നു ശിവകുമാറിന്റെ വാദം. ആദായ നികുതി വകുപ്പ് ആദ്യം സംഭവത്തിൽ കേസെടുത്തു. ഇതിനു പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശിവകുമാറിന്റെ വിവിധ വസതികളിൽ റെയ്ഡ് നടത്തിയത്. പ്രാഥമിക അന്വേഷണത്തിൽ ഡി.കെ. ശിവകുമാറുമായി ബന്ധപ്പെട്ട് കണക്കിൽപ്പെടാത്ത സ്വത്ത് വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി ഇൻകം ടാക്സ് കണ്ടെത്തിയിരുന്നു. എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്നാണ് ശിവകുമാർ നേരത്തെ തന്നെ ആരോപിച്ചത്. താൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തൂക്കിലേറ്റട്ടെയെന്നും നിശബ്ദനായിരിക്കാൻ തയ്യാറല്ലെന്നും ശിവകുമാർ പറഞ്ഞിരുന്നു. ശിവകുമാറിന്റെ ഭാര്യയും അമ്മയും നേരിട്ട് ഹാജരാകാൻ ഇ.ഡി. സമൻസ് അയച്ചിരുന്നു. എന്നാൽ ഇത് ഡൽഹി ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. കുറ്റപത്രത്തിൽ ശിവകുമാറിന്റെ ഭാര്യയുടെയും അമ്മയുടെയും പേരുകൾ ഇ.ഡി. പരാമർശിച്ചിരുന്നില്ല. ശിവകുമാറിന്റെ ബംഗളൂരുവിലെ സ്വത്തിൽ നിന്ന് 2.5 കോടി ഉൾപ്പെടെ 10 കോടി രൂപ 2017 വകുപ്പ് കണ്ടെത്തിയിരുന്നു. 2017 ആഗസ്റ്റ് 3 ശിവകുമാറിന്റെ വസതിയിലും 44 കോൺഗ്രസ് ഗുജറാത്ത് എം.എൽ.എമാർ താമസിക്കുന്ന ഈഗിൾട്ടൺ ഗോൾഫ് റിസോർട്ടിലും ഇൻകം ടാക്സ് അന്ന് റെയ്ഡ് നടത്തിയിരുന്നു. ഏതായാലും ഒരു വലിയ ദുരന്തത്തിൽ നിന്നാണ് ഡി.കെക്ക് കരകയറാൻ സാധിച്ചത്. ഒരുപക്ഷെ ഇനിയും ഈ കേസ് നീണ്ടുപോവുകയാണെങ്കിൽ അത് ഡി.കെയുടെ രാഷ്ട്രീയ ജീവിതത്തെ തന്നെ ബാധിച്ചേനെ.